നമസ്കാരം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി FYUGP ഫോർത്ത് സെമസ്റ്റർ വാല്യൂ ആഡഡ് കോഴ്സ് സയൻസ് വിദ്യാർത്ഥികളുടെ ശാസ്ത്രവും മാനവികതയും പേപ്പർ. അതിൽ അക്കൈ പത്മശാലി എന്ന ട്രാൻസ് വുമണിൻ്റെ ആത്മകഥ ഞാൻ വളർന്ന നാളുകൾ പാർട്ട് 1 വീഡിയോ നമ്മൾ ചെയ്തതാണ്. ബാക്കി നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. അപ്പോൾ നമ്മൾ വായിച്ചു പോവുമായിരുന്നു. വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്ന എളുപ്പമുള്ള ടോപ്പിക്കായിരുന്നു. അപ്പോൾ നമുക്ക് ബാക്കി വായിക്കാം കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലാസ്റ്റ് എത്തുമ്പോഴത്തേക്ക് മ്യൂസിക് പഠിക്കുകയും അപ്പോൾ അമ്മൂമ്മ പുറത്താക്കുന്നതിനെക്കുറിച്ചും അമ്മൂമ്മയ്ക്ക് മ്യൂസിക് പഠിപ്പിക്കുന്നതിലൂടെ പണം മാത്രമാണ് ലക്ഷ്യം, അങ്ങനെ ഒക്കെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അങ്ങനെ ഇരിക്കെ എൻ്റെ അടുത്ത സുഹൃത്തായ ത്രിവേണി ഒരു കാര്യം പറഞ്ഞു. എനിക്ക് പ്രശസ്ത സംഗീത അധ്യാപികയായ ചിത്ര ചിദംബരത്തിൻ്റെ ക്ലാസ്സിൽ ചേരാമെന്ന്. കേരളത്തിൽ നിന്ന് വന്ന് ബാംഗ്ലൂരിൽ സ്ഥിരതാമസമാക്കിയ ചിത്ര ടീച്ചറുടെ വീട് മതിക്കേരയിലായിരുന്നു. ടീച്ചർ എന്നെ ഒരുപാട് സഹായിച്ചു, പിന്തുണച്ചു. എൻ്റെ വ്യക്തിത്വം അംഗീകരിക്കാൻ അവർക്ക് കഴിഞ്ഞു. എൻ്റെ സ്ത്രീത്വവും എൻ്റെ ശബ്ദം പോലും ടീച്ചർക്ക് സ്വീകാര്യമായി. പുരുഷ സ്ത്രീ ഭേദമൊന്നും പറയാൻ കഴിയാത്ത ആകെ കൂടിക്കലർന്ന ശബ്ദമായിരുന്നു എൻ്റേത്. ചില വാക്കുകൾ ടീച്ചർ ശരിക്കും കഷ്ടപ്പെട്ടു. എല്ലാ ഗമകങ്ങളും ഏതാനും ഗാനങ്ങളിലെ ചില ഭാവങ്ങളും എൻ്റെ ശബ്ദത്തിന് വഴങ്ങിയില്ല. അന്ന് എനിക്കൊപ്പം ടീച്ചറുടെ ക്ലാസ്സിൽ 50-60 കുട്ടികൾ പഠിക്കുന്നുണ്ടായിരുന്നു. അവരിൽ ചിലർക്ക് പെട്ടെന്നൊരു പ്രശ്നം. ജഗദീഷ് ഈ സ്കൂളിലുണ്ടെങ്കിൽ ഇവിടെ പഠിക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് എന്നവർ ടീച്ചറോട് പറഞ്ഞു. മറ്റു ചില സുഹൃത്തുക്കളും വീട്ടുകാരും അത് ഏറ്റുപിടിച്ചു. ഈ അക്കൈ പത്മശാലിയുടെ കുട്ടിക്കാലത്ത് പേര് ജഗദീഷ് എന്നായിരുന്നല്ലോ. യെസ്. ഒരിക്കൽ എൻ്റെ ഒരു സുഹൃത്ത് അവൻ്റെ വീട്ടിലേക്ക് എന്നെ വിളിച്ചു. ഞങ്ങൾക്ക് ഒരുമിച്ച് സംഗീത ക്ലാസ്സിലേക്ക് പോകാമെന്നായിരുന്നു പ്ലാൻ. ഞാൻ ചെന്നപ്പോൾ അവൻ വലിയ സന്തോഷത്തിലാണ് എന്നോട് പെരുമാറിയത്. പക്ഷേ അമ്മ അവനോട് വല്ലാതെ ദേഷ്യപ്പെട്ടു. എന്നെ കണ്ടതും അവൻ്റെ അനിയൻ്റെ കണ്ണുകൾ അവർ പൊത്തിപ്പിടിക്കുകയും ചെയ്തു. എന്താണ് പ്രശ്നം? ഞാൻ ചോദിച്ചു. എൻ്റെ കുഞ്ഞ്, നിൻ്റെ ഈ മുഖം കണ്ടാൽ അവനും നിന്നെപ്പോലെയാകും, അവർ പറഞ്ഞു. ഞാൻ ശരിക്കും അപമാനിക്കപ്പെട്ടു. എൻ്റെ കൂട്ടുകാരൻ എനിക്ക് ചായയുമായി വന്നപ്പോഴും അവർ ഒച്ചയിട്ടു. വേണ്ട വേണ്ട, അവർ അവനെ വിലക്കി. ഇങ്ങനെയുള്ളവർക്ക് നീ ചായ ഒന്നും നൽകാൻ പാടില്ല, അതൊക്കെ വീടിന് വെളിയിൽ മാത്രം. വേണമെങ്കിൽ നീ അവനെ പുറത്തു കൊണ്ടുപോയി ചായ കൊടുത്തോളൂ. എന്തൊരവഹേളനമായിരുന്നെന്നോ അത്. ഞാൻ ഇറങ്ങി പുറത്തു പോയി. പിന്നീട് തിരിച്ചു വന്നപ്പോഴും അവർ ആ കുഞ്ഞിൻ്റെ കണ്ണുകൾ മൂടിപ്പിടിച്ചു. എനിക്ക് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു അത്. ആ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്നുണ്ടായ അനുഭവം. ഞാൻ പറഞ്ഞു, ആൻറ്റി, പെണ്ണായി ജീവിക്കുന്നത് എനിക്ക് പ്രശ്നമുള്ള കാര്യമല്ല, പക്ഷേ നിങ്ങളൊരു അമ്മയല്ലേ, ഈ കുഞ്ഞിൻ്റെ മനസ്സ് നിങ്ങളിങ്ങനെ നശിപ്പിക്കുന്നത് എനിക്ക് വലിയ പ്രശ്നം തന്നെയാണ്. എൻ്റെ സാഹചര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇങ്ങനെ കഴിയേണ്ട അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? കുഞ്ഞിൻ്റെ കാഴ്ച മറയ്ക്കാൻ അമ്മ തന്നെ ശ്രമിക്കുമ്പോൾ നാളെ അവൻ്റെ ജീവിതം എന്തായിരിക്കും? അതൊക്കെ ആഴത്തിലുള്ള അർത്ഥമുള്ള കേട്ടോ. അതായത് ലോകത്തുള്ള ഇതുപോലെയുള്ള കാര്യങ്ങൾ, ലോകത്തുള്ള കാഴ്ചകൾക്ക് മുമ്പിൽ കുഞ്ഞിൻ്റെ കാഴ്ച അമ്മ തന്നെ മറയ്ക്കുന്നു. ആ കണ്ണ് പൊത്തി എന്ന് പറയുന്നത് ഒരു പ്രതീകമാണ്. അപ്പോൾ ആ കുട്ടിയുടെ ഭാവി എന്തായിരിക്കും എന്നുള്ളതാണ്. മനസ്സിലായോ? ഞങ്ങളെ അവനിൽ നിന്ന് മറച്ചു പിടിച്ചു കൊണ്ടിരുന്നാൽ നിങ്ങൾ അവനെ എന്ത് ലോകം കാണിക്കും? ഞങ്ങളും ഈ ലോകത്തുള്ളതല്ലേ എന്നുള്ളതാണ്. സംഗീത ക്ലാസ്സിലെ എൻ്റെ സുഹൃത്തുക്കൾ എന്താണ് ചെയ്തതെന്നോ? ചിത്ര ടീച്ചർക്കൊരു നീണ്ട നിവേദനം നൽകി. അതായത്, ഞാൻ അവിടെ പഠിക്കുകയാണെങ്കിൽ അവരാരും ക്ലാസ്സിൽ വരില്ല. ടീച്ചറുടെ കീഴിലുള്ള സംഗീത പഠനം എല്ലാവരും അവസാനിപ്പിക്കുമെന്നാണ് അതിൽ എഴുതിയിരുന്നത്. വളരെ നല്ല സ്ത്രീയാണ് ചിത്ര ടീച്ചർ. അവർ എന്നെ വിളിച്ചു. എനിക്ക് വല്ലാത്ത വിഷമമുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. എന്താ വേണ്ടതെന്ന് ഇനി നീ പറയൂ എന്നാ ടീച്ചർ പറഞ്ഞു. ഞാൻ ടീച്ചറോട് പറഞ്ഞു, എനിക്ക് വേണ്ടി മാത്രം ടീച്ചർ 60 വിദ്യാർത്ഥികളുടെ ഭാവി ഇല്ലാതാക്കേണ്ട. ഞാൻ ഇനി സ്കൂളിൽ വരില്ല. ടീച്ചർ അവരെ പഠിപ്പിച്ചോളൂ. ഹൃദയം തകരുന്ന വേദനയോടെയാണ് ഞാനത് പറഞ്ഞത്. സംഗീത സ്കൂളിൽ എൻ്റെ അവസാന ദിനമായിരുന്നു അത്. ഞാൻ അവിടം വിട്ടു പോന്നു. എങ്കിലും ആ ദിവസം എൻ്റെ ദൃഢനിശ്ചയത്തെ ഒന്നുകൂടി ദൃഢമാക്കി. പിന്നീട് എൻ്റെ ഗുരുവായത് സർക്കാർ ഉടമസ്ഥതയിലുള്ള ചന്ദന ചാനലാണ്, TV ചാനൽ. എല്ലാ ശനിയാഴ്ചയും അതിൽ ശാസ്ത്രീയ സംഗീത പാഠങ്ങൾ ഉണ്ടാകും. വോക്കലും വീണയും വയലിനും എല്ലാം ആ ചാനലിൽ നിന്നാണ് ഞാൻ എൻ്റെ സംഗീതം പഠിച്ചത്. വോക്കലും വീണയും വയലിനും എല്ലാം ആ ചാനലിൽ നിന്നാണ് ഞാൻ എൻ്റെ സംഗീതം പഠിച്ചത്. സ്നേഹത്തിൻ്റെ നിറവിൽ ഞാൻ വളർന്നു എന്ന് പറയാനാണ് എനിക്കിഷ്ടം. കാരണം എനിക്ക് 12 വയസ്സായപ്പോൾ എൻ്റെ ജീവിതത്തിലേക്കൊരു കൂട്ടുകാരൻ കടന്നു വന്നു. ഇനി ജീവിതത്തിൻ്റെ അടുത്ത അധ്യായം പറയാണ്. 12 വയസ്സായപ്പോഴത്തേക്ക് ജീവിതത്തിലേക്കൊരു കൂട്ടുകാരൻ കടന്നു വന്നു. വീട്ടിൽ വാടകക്കാരനായി എത്തിയതാണ് വേണുഗോപാൽ. ഇപ്പം ബോയ് ഫ്രണ്ട് ആട്ടോ അയാളെക്കുറിച്ച് ഇനി പറയുന്നത്. ഒരു ഫാക്ടറിയിലായിരുന്നു ജോലി. ഞങ്ങൾ വേണു എന്ന് വിളിക്കും. വേണു എന്നെ ഞാനായി അംഗീകരിച്ചു.
എൻ്റെ ഉള്ളിലെ പെണ്ണിൻ്റെ വർത്തമാനങ്ങൾ, എൻ്റെ ശരീരഭാഷ, മേക്കപ്പ്, പെരുമാറ്റ രീതി, ശബ്ദം എല്ലാം വളരെ സാധാരണമായ കാര്യങ്ങളായി അവൻ കണക്കാക്കി. ആവശ്യപ്പെടാതെ തന്നെ എപ്പോഴും എന്നെ കറങ്ങാൻ കൊണ്ടുപോകും, എന്നെ ഒരുപാട് സന്തോഷിപ്പിക്കും. അത്രയേറെ ലാളിക്കപ്പെട്ട നിമിഷങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. അവൻ ബോയ് ഫ്രണ്ടിനെ കിട്ടിയിരിക്കുകയാണ്. വേണു അയാളുമായിട്ടുള്ള നല്ല ജീവിതമായിരുന്നു എന്നാണ് പറയുന്നത്. ഞാൻ വളർന്നത് സ്നേഹത്തിലാണ് എന്ന് പറയുമ്പോൾ അതെങ്ങനെ വിശദീകരിക്കണമെന്ന് എനിക്കറിയില്ല. ഞാനൊരു സ്ത്രീയാണ്, ഞാനൊരു പെൺകുട്ടിയായിരുന്നു. ലൈംഗികതയെക്കുറിച്ച് ഒന്നും അറിയാത്ത ഒരു നാണം കുടുങ്ങി. പക്ഷെ പെണ്ണാണ് ഞാൻ എന്നെനിക്കറിയാം. അവൻ എങ്ങനെയാണ് എന്നെ കണ്ടത് എന്നും അതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 13 വയസ്സുള്ളപ്പോൾ വേണുവുമായി ഞാൻ ആദ്യമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു. എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നറിയില്ല, എങ്കിലും ഞാനത് ചെയ്തു. അത് കഴിഞ്ഞ് ഒരു ദിവസം വേണു എന്നെ 2 വീലറിൽ തമിഴ്നാട്ടിലെ കൃഷ്ണഗിരിയിൽ കൊണ്ടുപോയി. ആ ജില്ലയിലെ പൊങ്കൽ ആഘോഷം പേരുകേട്ടതാണ്. വേണുവിൻ്റെ സുഹൃത്തുക്കളെല്ലാം അവിടെ വന്നു. ബാംഗ്ലൂരിൽ നിന്ന് കൃഷ്ണഗിരിയിലേക്കുള്ള ആ യാത്രയാണ് ഞങ്ങളുടെ ബന്ധം ദൃഢമാക്കിയത്. അന്ന് മുതൽ ഞങ്ങൾ പ്രണയത്തിലായി. എൻ്റെ ആദ്യത്തെ ബോയ് ഫ്രണ്ടാണ് വേണു. പല പല സ്ഥലങ്ങളിൽ വേണു എന്നെ കൊണ്ടുപോയി. ഞങ്ങൾ ഒരുപാട് സമയം ഒരുമിച്ച് ചിലവഴിച്ചു, സംസാരിച്ചു, എല്ലാ കാര്യങ്ങളും പരസ്പരം പങ്കുവെച്ചു. ആ കൂട്ടുകെട്ട് ഞങ്ങൾ രണ്ടുപേരും വളരെയധികം ആസ്വദിച്ചു. വളരെ ഇഴയടുപ്പമുണ്ടായിരുന്നു ഞങ്ങളുടെ സ്നേഹത്തിന്. അതുകൊണ്ടാണ് 12ാം വയസ്സിൽ തുടങ്ങിയ ആ ബന്ധം ഇന്നും ഞങ്ങൾക്കിടയിൽ ഒട്ടും മങ്ങാതെ നിലനിൽക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ്. വേണു എനിക്ക് നൽകിയ പിന്തുണയും പരിഗണനയും ഒരിക്കലും എൻ്റെ സ്വന്തം കുടുംബത്തിൽ നിന്ന് എനിക്കൊരിക്കലും ലഭിച്ചില്ല. അതുകൊണ്ട് തന്നെ അവനിലേക്ക് ഞാൻ ചേർന്നു നിന്നു. അതങ്ങനെയാണല്ലോ, ഈ വീട്ടിൽ ഒരുപാട് ട്രോമ അനുഭവിക്കുന്ന കുട്ടികൾ എവിടുന്നെങ്കിലും കുറച്ച് സ്നേഹം കിട്ടുമ്പോഴത്തേക്ക് അങ്ങോട്ടേക്ക് ചാടും. അങ്ങനെയാണ് ഒരുപാട് അപകടങ്ങളിലേക്ക് പല കുട്ടികളും എത്തിപ്പെടുന്നത്. വീട്ടിൽ നിന്നൊന്ന് പരിഗണിച്ചാൽ മതി, ഈ അപകടങ്ങളിലേക്കൊന്നും പോവില്ല. അതുകൊണ്ട് തന്നെ അവനിലേക്ക് ഞാൻ ചേർന്നു നിന്നു. എൻ്റെ മാതാപിതാക്കളെക്കാൾ കൂടുതലായി എന്തിനും അവനെ ആശ്രയിച്ചു. ഞങ്ങൾ കൂടുതൽ സമയം ഒരുമിച്ച് ചെലവഴിക്കാൻ തുടങ്ങിയതോടെ വേണുവിൻ്റെ അച്ഛനും അമ്മയ്ക്കും തോന്നി ഞങ്ങൾ തമ്മിൽ പ്രേമത്തിലാണെന്ന്. അതേ ചിന്ത എൻ്റെ വീട്ടുകാർക്കുണ്ടാകാനും അധികം സമയം വേണ്ടി വന്നില്ല. അമ്മ എപ്പോഴും പറയും, നീ സ്ത്രീകളെപ്പോലെ പെരുമാറുന്നത് കൊണ്ട് ആളുകൾ ഉപദ്രവിക്കും, നിന്നെ മാറ്റി നിർത്തും, അതുകൊണ്ട് ആരുമായും അധികം അടുപ്പം വേണ്ട, എല്ലാ കാര്യങ്ങളും തനിയെ ചെയ്താൽ മതി എന്ന്. പക്ഷേ വേണു കൂടെയുള്ളപ്പോൾ ഞാൻ സന്തോഷം മാത്രമേ അറിഞ്ഞുള്ളൂ. കുറച്ചുനാൾ കഴിഞ്ഞതോടെ ഞങ്ങളുടെ ബന്ധത്തിൻ്റെ പേരിൽ 2 വീട്ടുകാരും തമ്മിൽ വഴക്കായി. വേണു കൊള്ളരുതാത്തവനാണ്, ഞാൻ അവരുമായി കൂട്ടുകൂടരുത് എന്നൊക്കെ എൻ്റെ അമ്മ അവരോട് പറഞ്ഞു. നിന്റെ മകനെ എന്തിനു കൊള്ളാം, അവൻ പെണ്ണല്ലേ, അവൻ കാരണമാണ് ഞങ്ങളുടെ മകൻ ഇങ്ങനെ നശിച്ചത് എന്നവർ എൻ്റെ അമ്മയോട് തിരിച്ചു പറഞ്ഞു. ഒരു ദിവസം ഞാനും വേണുവും സെക്സിൽ ഏർപ്പെടുന്നത് 2 വീട്ടുകാരും കൈയോടെ പിടിച്ചു. എനിക്ക് ഭയങ്കര നാണക്കേടുണ്ടാക്കിയ ആ സംഭവം വേണുവിൻ്റെ കുടുംബത്തിലെ ചിലരുടെ മുന്നിൽ ചെല്ലാൻ ഇന്നും എനിക്ക് കഴിഞ്ഞിട്ടില്ല, ആ നാണക്കേടുകൊണ്ട്. എങ്കിലും ഞങ്ങൾ 2 പേരുടെയും സ്നേഹം ഇന്നും അന്നത്തേതുപോലെ തീവ്രമാണ്. വീട്ടുകാർ പ്രശ്നമുണ്ടാക്കിയതിന് ശേഷം ഒരു ദിവസം എന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന് വേണു പറഞ്ഞു. പക്ഷെ അത് വേണ്ട എന്നായിരുന്നു എൻ്റെ തീരുമാനം. എനിക്ക് പറ്റില്ല എന്ന് ഞാൻ വേണുവിനോട് തുറന്നു പറഞ്ഞു. വേണു ഒരു സാധാരണ പെണ്ണിനെ ഭാര്യയാക്കുന്നതാണ് എനിക്കിഷ്ടമെന്നും വിവാഹം എനിക്ക് സാധ്യമാണ്, പക്ഷെ ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ കഴിയില്ല. ഞാനിതെല്ലാം വ്യക്തമായി പറഞ്ഞത് വേണുവിന് മനസ്സിലായി. അവൻ അത് സമ്മതിക്കുകയും ചെയ്തു. പെണ്ണ് കാണാൻ പോകാനും ഒരു വിവാഹത്തിന് സമ്മതിക്കാനും എല്ലാ ആചാരങ്ങളും ചടങ്ങുകളും അനുസരിച്ച് കല്യാണം കഴിക്കാനും ഞാനാണ് വേണുവിനെ നിർബന്ധിച്ചത്. വളരെ വിഷമത്തിലായിരുന്നു അവൻ. വിവാഹമെന്ന ആശയത്തോട് പൊരുത്തപ്പെടാൻ അവന് കഴിഞ്ഞില്ല. ഒടുവിൽ വീട്ടുകാരുടെ സമ്മർദ്ദം സഹിക്കാതെ വേണു മറ്റൊരു പെൺകുട്ടിയെ ഭാര്യയാക്കി. അവൻ്റെ വിവാഹത്തിൽ ഞാൻ ഏറെ സന്തോഷിച്ചു. ഇപ്പോൾ 2 കുട്ടികളുടെ അച്ഛനാണ് വേണു. ഇതൊക്കെ ആണെങ്കിലും വേണുവിൻ്റെ വിവാഹത്തിൽ ഞാൻ പങ്കെടുത്തില്ല. അസൂയയും കുറ്റബോധവും എൻ്റെ ഉള്ളിൽ പുകയുകയായിരുന്നു. അവൻ്റെ ഭാര്യയെ ഞാൻ പ്രാഗി. എന്നും ഞാനായിരുന്നു വേണുവിന് കൂട്ട്. ആ പൊസസീവ്നെസ്സിൻ്റെ പീക്ക് കണ്ടോ നിങ്ങൾ? കല്യാണമൊക്കെ സെറ്റാക്കി കൊടുത്തു, കല്യാണം കഴിക്കണമെന്ന് നിർബന്ധിച്ചു. കാരണം എന്നെ കല്യാണം കഴിച്ചിട്ട് കാര്യമില്ല, ഒരു കുട്ടിയെ ഉൽപ്പാദിപ്പിക്കാൻ എനിക്ക് കഴിയില്ല, പ്രസവിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടും അവൻ്റെ കല്യാണത്തിന് പോകുന്നില്ല, വധുവിനെ പ്രാഗുമൊക്കെയാണ് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പൊസസീവ്നെസ്സിൻ്റെ അറ്റാണ്. ദെൻ അവൻ്റെ ഭാര്യയെ ഞാൻ പ്രാഗി. എന്നും ഞാനായിരുന്നു വേണുവിന് കൂട്ട്. ഇപ്പോൾ ദേ ഒരു പെണ്ണ് വന്നു ആ സ്ഥാനം കൈയടക്കി. എനിക്കൊരു പ്രശ്നവുമില്ല, വേണു വേറെ വിവാഹം കഴിച്ചോളൂ, സ്വന്തമായി കുട്ടികൾ വേണ്ടേ എന്നൊക്കെ നയപരമായി ഞാൻ പലതും മുൻപ് പറഞ്ഞെങ്കിലും വേണുവിൻ്റെ വിവാഹം ഞാനെന്ന പെണ്ണിനെ വല്ലാതെ അസൂയപ്പെടുത്തി. വിവാഹ ചടങ്ങിൽ പെൺകുട്ടിയുടെ കഴുത്തിൽ താലി കെട്ടാതെ വേണു കുറേ നേരം കാത്തിരുന്നു. ഞാൻ അവിടെ എത്തുമെന്നാണ് അവൻ പ്രതീക്ഷിച്ചത്, പക്ഷേ ഞാൻ പോയില്ല. അങ്ങനെ ആ വിവാഹം കഴിഞ്ഞു. ഞങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടിട്ട് 13 വർഷമായി. ആദ്യമായി കണ്ട നാൾ മുതലുള്ള സ്നേഹവും ബഹുമാനവും
കരുതലും ഇന്നും വേണുവിന് എന്നോടുണ്ട്. രണ്ട് കുടുംബങ്ങളും ഞങ്ങളെ പങ്കാളികളായാണ് ഇപ്പോഴും കാണുന്നത്. പഴയതുപോലൊരു ബന്ധമല്ല ഞങ്ങൾ തമ്മിലുള്ളതെന്ന് എനിക്കും വേണുവിനും അറിയാം. മറ്റൊരു പെണ്ണിൻ്റെ ജീവിതത്തിൽ കയറിക്കൂടരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അവളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ മറ്റൊരു സ്ത്രീ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നാലുണ്ടാകുന്ന സാഹചര്യം തീർച്ചയായും ഇങ്ങനെയാകില്ല. വേണു അവളോട് കാര്യങ്ങൾ വിശദമായി പറഞ്ഞു. ഇത് ജഗദീഷ് എന്ന ജഗ്ഗി, അതായത് വേണു അയാളുടെ ഭാര്യ ഉണ്ടല്ലോ, ഭാര്യയോട് കാര്യങ്ങൾ പറഞ്ഞു. ഇത് ജഗദീഷ് എന്ന ജഗ്ഗി, ഇവൾ എൻ്റെ ആദ്യ ഭാര്യ, നീ രണ്ടാമത്തേത് എന്നാ ഭാര്യയോട് പറഞ്ഞു പോലും. പലതവണ ഞങ്ങൾ 3 പേരും ഒരു കിടക്കയിൽ ഒരുമിച്ചുറങ്ങിയിട്ടുണ്ട്. വേണു നടുക്ക് കിടക്കും, ഞാൻ വലത്ത് വശത്തും അവൻ്റെ ഭാര്യ ഇടത്തും. ഒരു പ്രത്യേക ബന്ധമായിരുന്നു ഞങ്ങളുടേത്. എൻ്റെ അസൂയയ്ക്ക് അവിടെ ഒരു സ്ഥാനവുമില്ലായിരുന്നു. വേണുവിൻ്റെ പ്രണയിനിയായി കഴിയുന്നതിൽ ഞാൻ ഒരുപാട് സന്തോഷിച്ചു. താലിയോ കെട്ടുപാടുകളോ ഒന്നുമില്ലാത്തൊരു ഭാര്യ, അവൻ്റെ ഭാര്യയായിരുന്നു ഞാൻ. ഇന്നും അങ്ങനെയാണെന്ന് അവൻ പറയും. ആരെങ്കിലും ചോദിച്ചാൽ അതാണ് അവൻ്റെ ഉത്തരം. സ്വന്തം ഭാര്യയുടെ മുന്നിൽ വെച്ച് പോലും അവൾ ഇപ്പോഴും എന്നെ അക്ക എന്നാണ് വിളിക്കുന്നത്. ആ ഭാര്യ, വേണുവിൻ്റെ ഭാര്യ. ബാംഗ്ലൂർ സെക്കൻഡറി സ്കൂളിലാണ് ഞാൻ പഠിച്ചിരുന്നത്. ആൺകുട്ടികളുടെ സ്കൂൾ. അവിടെ ചന്ദ്രമതി എന്ന ഒരു ടീച്ചർ മാത്രമാണ് എന്നോട് കരുണയോടെ പെരുമാറിയിരുന്നത്. മറ്റുള്ള കുട്ടികൾ എന്നെ കളിയാക്കുമ്പോഴെല്ലാം ടീച്ചർ അവരെ തടയും. ആരും എന്നെ ഉപദ്രവിക്കാതിരിക്കാൻ വേണ്ടി ക്ലാസ്സിലെ മുൻബെഞ്ചിൽ തന്നെ എന്നെ ഇരുത്തും. കുറേ കാലം കഴിഞ്ഞാണ് ഞാനൊരു കാര്യം അറിഞ്ഞത്. ടീച്ചറുടെ ഇളയ മകൻ എന്നെപ്പോലെയായിരുന്നു എന്ന്. അതാണ് ആ കൺസേൺ. സ്കൂളിൽ പലരും എന്നെ ജഗ്ഗി എന്ന് വിളിച്ചു. ജഗദീഷ് ജഗ്ഗി. വീട്ടിൽ ബ്ലാക്കി എന്ന പേരും എനിക്കുണ്ടായിരുന്നു. കേട്ടുപരിചയമില്ലാത്ത പല പേരുകളും എനിക്ക് കിട്ടി. പക്ഷേ ബ്ലാക്കി എന്ന പേര് എനിക്കിഷ്ടമായി. ഇപ്പോഴും ചിലരൊക്കെ ബ്ലാക്ക് ബ്യൂട്ടി എന്ന് വിളിക്കും. അത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നും. എൻ്റെ അനിയൻ്റെ കൂട്ടുകാരും എന്നെ കളിയാക്കും. അവനോട് എന്നെക്കുറിച്ച് മോശമായി സംസാരിക്കും. നിന്റെ ചേട്ടൻ എന്താണ് ഇങ്ങനെ പെരുമാറുന്നത് എന്നൊക്കെ ചോദിക്കും. അവൻ്റെ മുന്നിൽ വെച്ചും എന്നെ ചക്കയെന്നും സംഘയെന്നുമാണ് വിളിച്ചിരുന്നത്. ആ ടേംസ് നമ്മൾ തുടക്കം പറഞ്ഞിരുന്നില്ലേ, കളിയാക്കി വിളിക്കുന്നതാണ്. പെൺകുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് നിന്റെ ചേട്ടൻ എല്ലാവരെയും പറ്റിക്കുകയാണ് അവർ കുറ്റപ്പെടുത്തും. എൻ്റെ അനിയൻ എപ്പോഴും എന്നെ ന്യായീകരിക്കാൻ ശ്രമിക്കും. എൻ്റെ ചേട്ടൻ തന്നെയാണ് എന്നാണ് അവൻ പറഞ്ഞിരുന്നത്. 2-3 പ്രാവശ്യം അവൻ ഇതേക്കുറിച്ച് എന്നോട് സംസാരിച്ചിട്ടുണ്ട്. എന്തിനാണ് എപ്പോഴും മറ്റുള്ളവർ എന്നെ കളിയാക്കുന്നത് എന്നായിരുന്നു അവൻ്റെ സംശയം. പക്ഷേ അവനോട് ഇതേക്കുറിച്ച് പറയുന്നത് എളുപ്പമായിരുന്നില്ല. എങ്ങനെ വിശദീകരിക്കണമെന്ന് എനിക്കും അറിയില്ലായിരുന്നു. കൂട്ടുകാരോട് പറയാൻ എന്തെങ്കിലും ഒരു കാരണമാണ് അവന് വേണ്ടത്. എന്നെപ്പോലെ ഒരു ആൺകുട്ടിയല്ലേ ചേട്ടൻ, എങ്കിൽ പിന്നെ അതുപോലെ പെരുമാറിക്കൂടെ എന്ന് അവൻ ഒരു ദിവസം ചോദിച്ചു. ഇങ്ങനെയുള്ള സംസാരം പലതവണ കഴിഞ്ഞപ്പോൾ അവനോട് സത്യം പറയാൻ ഞാൻ തീരുമാനിച്ചു. ഒരു ദിവസം ഞാൻ എൻ്റെ കഥ പൂർണ്ണമായി അവനോട് തുറന്നു പറഞ്ഞു. ഞാൻ ജനിച്ചപ്പോൾ എന്തായിരുന്നു, എൻ്റെ സ്ത്രീ സ്വഭാവം എന്താണ്, അത് എൻ്റെ വികാരങ്ങളെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നെല്ലാം ഞാൻ വിശദമാക്കി. എന്തുകൊണ്ടാണ് ജീവിതം എനിക്ക് ഇത്ര ബുദ്ധിമുട്ടാകുന്നത് എന്നും പറഞ്ഞു. ഒപ്പം തെരുവിൽ ഞാൻ ജീവിച്ച ആ 10 ദിവസങ്ങളെക്കുറിച്ചും. ഓർമ്മയില്ലേ നേരത്തെ പറഞ്ഞത്? എൻ്റെ കഥ അവനെ ആഴത്തിൽ സ്പർശിച്ചു. അവനോട് ഞാൻ പറഞ്ഞ പല കാര്യങ്ങളും വീട്ടിൽ മറ്റാർക്കും അറിയില്ല. എല്ലാം കേട്ടപ്പോൾ അവന് വല്ലാത്ത വിഷമമായി. അത്രയും വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി അവൻ എൻ്റെ ജീവിതം മനസ്സിലാക്കാൻ ശ്രമിച്ചു, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാനും. ഞാനൊരു പെണ്ണാണ്, ഞാൻ ഇങ്ങനെയാണ്, ഇതുപോലെയാണ് ജീവിക്കാൻ പോകുന്നത് എന്ന് തീരുമാനിക്കാനുള്ള ധൈര്യം എനിക്കുണ്ടായത് 16ാമത്തെ വയസ്സിലാണ്. അതുവരെ ഈ പറഞ്ഞ പോലെ മൊത്തം സംഘർഷമാണ്. ഞാനിങ്ങനെയാണ്, പക്ഷേ സമൂഹം കുടുംബമൊന്നും അംഗീകരിക്കുന്നില്ല, അതുകൊണ്ട് എന്ത് ചെയ്യും എന്നുള്ള ടെൻഷനാണ്. പക്ഷെ ഞാനൊരു പെണ്ണാണ്, ഞാൻ ഇങ്ങനെയാണ്, ഇതുപോലെയാണ് ജീവിക്കാൻ പോകുന്നത് എന്നൊക്കെ തീരുമാനിക്കാനുള്ള ധൈര്യം എനിക്കുണ്ടായത് 16ാമത്തെ വയസ്സിലാണ്. എൻ്റെ അനിയൻ്റെ അംഗീകാരം മുന്നോട്ട് പോകുവാനുള്ള പ്രചോദനമായി എനിക്ക് ഞാൻ എങ്ങനെയാണോ അതുപോലെ എന്നെ സ്വീകരിക്കാൻ തയ്യാറാണെന്ന് അവൻ എന്നോട് പറഞ്ഞു. ഇത്രയും കാലത്തെ ജീവിതത്തിൽ അവൻ എനിക്ക് തന്ന കരുതൽ വളരെ വലുതാണ്. ഇപ്പോഴും ആരെങ്കിലും എന്നെ കളിയാക്കിയാലോ ബന്ധുക്കൾ എന്നെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാലോ നിങ്ങളുടെ കാര്യം നോക്ക് എന്നാണ് അവൻ്റെ പ്രതികരണം, അനിയൻ്റെ. അപ്പോൾ അനിയൻ സപ്പോർട്ട് ചെയ്തു പിൽക്കാലത്ത് എന്നുള്ളതാണ്. നിങ്ങൾ എൻ്റെ വീട്ടിൽ വന്നതല്ലേ, കാപ്പി കുടിക്കൂ, മട്ടൻ കറി കൂട്ടി ഭക്ഷണം കഴിക്കൂ, എന്നിട്ട് പൊയ്ക്കോളൂ, എൻ്റെ ചേട്ടനെക്കുറിച്ചുള്ള ചർച്ച വേണ്ട എന്നും പറയും. ഇങ്ങനെയുള്ള നിമിഷങ്ങൾ ഞങ്ങളുടെ ബന്ധം സുദൃഢമാക്കി. ഞങ്ങൾ കൂടുതൽ അടുത്തു. വീട്ടിലെ സാമ്പത്തിക സ്ഥിതി മോശമായിരുന്നത് കൊണ്ട് പല ജോലികളും ഞാൻ അന്ന് ചെയ്യുമായിരുന്നു. ദിവസക്കൂലിക്ക് പാക്കറ്റുകളിൽ നിറമുള്ള പൊടികൾ നിറയ്ക്കുന്നതായിരുന്നു ഒരിടയ്ക്ക് ചെയ്തിരുന്നത്. 7 രൂപ കിട്ടും ദിവസവും. എല്ലാ ആഴ്ചയും ഈ 35 രൂപ ഞങ്ങളുടെ ഭക്ഷണത്തിനുള്ള ചെലവായി. പുതിയ വസ്ത്രങ്ങൾ വാങ്ങാനും എനിക്ക് കഴിഞ്ഞു. ഇടയ്ക്ക് സാരികളും മറ്റു വസ്ത്രങ്ങളും വിറ്റാണ് അമ്മ വീട്ടിലെല്ലാവർക്കും കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയത്. ഒരു വസ്ത്രനിർമ്മാണശാലയിൽ ജോലി ചെയ്തിരുന്ന അമ്മ അവിടെ അനുഭവിച്ച കഷ്ടപ്പാട് ചെറുതൊന്നുമല്ല.
2 സ്ഥലത്ത് വീട്ടുജോലിയും ഞാൻ ചെയ്തിരുന്നു. മാസം 50 രൂപയാണ് ശമ്പളം. വീട് വൃത്തിയാക്കണം, പാത്രങ്ങൾ കഴുകണം, കോലമിടണം. പാൻറ്റും ഷർട്ടും ഇട്ട് ജോലികളെല്ലാം ചെയ്ത് സ്കൂളിൽ പോയി വന്ന് വീണ്ടും ഇതെല്ലാം ചെയ്യുന്നത് ഒട്ടും എളുപ്പമായിരുന്നില്ല. പിറ്റേ ദിവസം രാവിലെ ഇത് തന്നെ ആവർത്തിക്കണം. ഞാൻ പണിക്ക് പോകുന്ന കാര്യം അച്ഛനും അമ്മയ്ക്കും അറിയില്ലായിരുന്നു. പെട്ടെന്നൊരു ദിവസമാണ് ഇത് അമ്മയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. നീ എവിടെയാണ് പോകുന്നത്? അമ്മ ചോദിച്ചു. ഞാൻ പറഞ്ഞു, അമ്മേ, ഇപ്പോഴത്തെ സാഹചര്യം ഇങ്ങനെയാണ്. അമ്മ ഗാർമെൻറ് പണികൾ ചെയ്യുന്നു. അപ്പയ്ക്കും ജോലിയുണ്ട്. എനിക്കും ഈ കുടുംബത്തിന് വേണ്ടി ജോലി ചെയ്യണം. എൻ്റെ ചേച്ചി അന്ന് 8ലോ 9ലോ പഠിക്കുകയാണ്. 10ാം ക്ലാസ്സിൽ ഞാൻ കണക്കിന് തോറ്റു. പിന്നീട് പല പ്രാവശ്യം പരീക്ഷ എഴുതിയെങ്കിലും ജയിച്ചില്ല. അതുകൊണ്ട് ഞാനും വസ്ത്രനിർമ്മാണ യൂണിറ്റുകളിൽ ഹെൽപ്പറായി. സുമുഖ എക്സ്പോർട്സിലും പിന്നെ മൈസൂർ റോഡ് ടോൾ ഗേറ്റിലുള്ള ഒരു ഗാർമെൻറ് ഫാക്ടറിയിലും ജോലി ചെയ്തു. തയ്ച്ച വസ്ത്രങ്ങൾ ഇസ്തിരിയിടുന്നതായിരുന്നു പണി. എൻ്റെ സ്ത്രീ സ്വഭാവങ്ങൾ കാരണം ഫാക്ടറിയിലെ ജോലി ഒട്ടും എളുപ്പമായിരുന്നില്ല. ആരോടും ഞാൻ സംസാരിച്ചില്ല. ജോലി സമയത്ത് ടോയ്ലറ്റിൽ പോകാതെ പിടിച്ചു നിൽക്കും. അവിടെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി 2 ശുചിമുറികൾ ടോയ്ലറ്റാണ് ഉണ്ടായിരുന്നത്. ആണുങ്ങളുടെ ടോയ്ലറ്റിൽ കയറിയാൽ എൻ്റെ ശരീരം കാണാൻ എല്ലാവർക്കും ആകാംക്ഷയാണ്. സ്ത്രീകളുടെ ടോയ്ലറ്റിൽ പോയാൽ അത് വലിയ പ്രശ്നവുമാകും. 6-7 മണിക്കൂർ മൂത്രമൊഴിക്കാതെ സ്വയം നിയന്ത്രിക്കാൻ ഞാൻ ശീലിച്ചു. വെള്ളം കുടിക്കുന്നത് ഒഴിവാക്കി. അവിടെ ഞാൻ ചെയ്തിരുന്ന ജോലി വസ്ത്രങ്ങൾക്ക് ഇസ്തിരിയിടുന്നതായതുകൊണ്ട് ആകെ ചൂടാണ്. എൻ്റെ കൂടെയുള്ളവരാണെങ്കിൽ എന്നെ കളിയാക്കാനും ഉപദ്രവിക്കാനും തുടങ്ങി. അളക്കാനുള്ള ടേപ്പ് കൊണ്ട് അവരെന്നെ അടിക്കുമായിരുന്നു. പക്ഷേ അന്നെൻ്റെ ശമ്പളം 1200 രൂപയായിരുന്നു. അതൊരു വലിയ തുകയാണ്. ഞാൻ വീടിന് വെളിയിൽ പോയി ജോലി ചെയ്യുന്നത് അച്ഛനും അമ്മയ്ക്കും ഇഷ്ടമായില്ല. എങ്കിലും എനിക്ക് ശമ്പളം കിട്ടുമ്പോൾ അത് ഞാൻ നേരെ വീട്ടിൽ കൊണ്ടുപോയി അവർക്ക് കൊടുക്കുമായിരുന്നു. ഇന്ദിരാനഗറിലെ റിസറക്ഷൻ ടെക്നിക്കൽ ട്രെയിനിങ് സെൻറ്റർ എന്ന RTTC അച്ഛനാണ് കണ്ടെത്തിയത്. അവിടെ 1-2 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു വൊക്കേഷണൽ കോഴ്സ് ഉണ്ട്. ഞാൻ എഞ്ചിനീയർ ആകുന്നത് അച്ഛൻ്റെ സ്വപ്നമായിരുന്നു. പക്ഷേ വക്കീലാകാനായിരുന്നു എനിക്കിഷ്ടം. ഒരുപാട് ആൺകുട്ടികളും പെൺകുട്ടികളും പഠിക്കുന്ന സ്ഥലമാണ് RTTC. ആ ക്യാമ്പസിൽ കയറുന്ന കാര്യം ആലോചിക്കുമ്പോൾ തന്നെ എൻ്റെ കൈയും കാലും വിറച്ചു. അവിടെ പഠിക്കാൻ തുടങ്ങിയ ദിവസം, അങ്ങനെ അവിടുത്തെ സ്റ്റുഡൻ്റായി പഠിക്കാൻ തുടങ്ങിയ ദിവസം മുതൽ കാര്യങ്ങൾ വീണ്ടും കുഴപ്പത്തിലായി. ഞാൻ സംസാരിക്കുന്ന രീതിയും എൻ്റെ വസ്ത്രങ്ങളും തന്നെ കാരണം. ഞാൻ എപ്പോഴും ഒരു ദുപ്പട്ട തോളിലിടുമായിരുന്നു. സ്വയം പരിചയപ്പെടുത്താൻ ആവശ്യപ്പെടുമ്പോൾ ഞാൻ മറുപടി പറഞ്ഞിരുന്നത് എൻ്റെ ശൈലിയിലാണ്. എൻ്റെ ശരീരഭാഷയും വ്യത്യസ്തമായിരുന്നു. അതോടെ എൻ്റെ കോളേജ് കൂട്ടുകാർക്ക് ഞാൻ ആരാണെന്നറിയാനുള്ള താല്പര്യം കൂടി. അതായത് ഈ ഗേളിഷ് ആയിട്ടുള്ള രീതിയിൽ സംസാരിക്കുമ്പോൾ ആൾക്കാർക്കൊക്കെ ഇവ ആരാന്ന് അറിയാനുള്ള താല്പര്യം കൂടി. സ്ഥിരം കോഡ് വാക്കുകൾ വീണ്ടും ഞാൻ കേട്ടു. ചക്ക, ഒമ്പട്ടു, കളിയാക്കി വിളിക്കുന്ന പേരുകളുണ്ടല്ലോ അത്. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞതോടെ ചില കുട്ടികൾ എന്നോട് കൂടുതൽ ചേർന്നിരിക്കാൻ തുടങ്ങി. അവരെൻ്റെ വയറിൽ തൊടും, സ്വകാര്യ ഭാഗങ്ങളിലും നെഞ്ചിലും കൈവയ്ക്കും. ഞാൻ ആകെ വിരണ്ടു. അവരിൽ നിന്ന് മാറിയിരിക്കാൻ ഞാൻ ശ്രദ്ധിച്ചു. ആൺകുട്ടികളോട് കൂട്ടുകൂടാതിരിക്കാനും ശ്രമിച്ചു. പെൺകുട്ടികൾക്കൊപ്പം ഞാൻ സുരക്ഷിതയായിരുന്നു. യാതൊരുവിധ ആശങ്കകളുമില്ല. അവരുടെ കൂട്ടുകെട്ട് എന്നെ സന്തോഷിപ്പിച്ചു. പക്ഷേ ആയിടയ്ക്ക് ഞാൻ ഒരിക്കലും ചിന്തിക്കാത്തത്ര മോശമായ ഒരു സംഭവമുണ്ടായി. അവിടെ പഠിക്കുന്ന സമയത്ത് എനിക്ക് കൂടുതൽ അടുപ്പമുണ്ടായിരുന്ന 6 കൂട്ടുകാർ എന്നെ ടോയ്ലറ്റിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞതേയുള്ളൂ. 4:30 5 മണിയായിട്ടുണ്ടാകും. ആൺകുട്ടികൾക്കുള്ള മൂത്രപ്പുരയിലാണ് ഞാൻ പോയത്, പെൺകുട്ടികളുടെ ടോയ്ലറ്റിലല്ല. ഞാൻ അകത്ത് കയറിയതും അവരെല്ലാം തൊട്ടു പിന്നാലെ എത്തി. അവരുടെ ഷൂസിൻ്റെ ടക് 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 ശബ്ദം കേട്ടതും ഞാൻ വാതിലടച്ചു കുറ്റിയിട്ടു. പക്ഷേ അത് തല്ലിപ്പൊളിച്ചവർ അകത്തു കടന്നു. എന്നെ അവിടെ നിന്ന് വലിച്ചിറക്കി ടോയ്ലറ്റുകളുടെ മുന്നിലുള്ള സ്ഥലത്തേക്ക് കൊണ്ടുവന്നു. എൻ്റെ ജീൻസ് ഊരി മാറ്റി. ടോപ്പും ഷർട്ടും കീറിയെറിഞ്ഞു. ഞാൻ ആണാണോ പെണ്ണാണോ എന്നാണ് അവർക്കറിയേണ്ടിയിരുന്നത്. എനിക്ക് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു ആ അനുഭവം. 5 പേർ ചേർന്ന് എന്നെ ബലാത്സംഗം ചെയ്തു. അതിൽ ചിലർ അവരുടെ ലിംഗം എൻ്റെ വായിൽ കടത്തി, ചിലർ അത് പിൻഭാഗത്ത് ചെയ്തു, മറ്റു ചിലർ എൻ്റെ തുടയിൽ. 5 പേരാണ് എന്നോട് അതെല്ലാം ചെയ്തത്. 2012 നിർഭയ നേരിട്ട കൂട്ടബലാത്സംഗത്തിലെ ക്രൂരത തന്നെ അന്ന് ഞാൻ അനുഭവിച്ചു. ടോയ്ലറ്റിലെ യൂറിനറി പൈപ്പ് ഊരിയെടുത്ത് അവർ എൻ്റെ മലദ്വാരത്തിൽ കുത്തിക്കയറ്റി. അവിടെയെല്ലാം ചോര ഒഴുകാൻ തുടങ്ങി. ഞാനൊരു ആൺകുട്ടിയാണ്, എന്നെ വെറുതെ വിടൂ എന്ന് ഞാൻ കരഞ്ഞു വിളിച്ചു. എങ്ങനെയും രക്ഷപ്പെടാൻ ഒരുപാട് ശ്രമിച്ചു. ഉറക്കെ നിലവിളിച്ചപ്പോൾ എൻ്റെ കൂട്ടുകാരിൽ ഒരാൾ എൻ്റെ വാപൊത്തി, മറ്റൊരാൾ എൻ്റെ കണ്ണുമൂടി. എൻ്റെ വസ്ത്രങ്ങൾ മുഴുവൻ കീറിപ്പോയിരുന്നു. ദേഹമാകെ എൻ്റെ സുഹൃത്തുക്കളുടെ ശുക്ലം മാത്രം. ഒടുവിൽ ഇവിടെ നടന്നതൊന്നും ആരോടും പറയരുതെന്ന് ഭീഷണിപ്പെടുത്തി.
നന്നായി കുളിച്ചിട്ട് വീട്ടിൽ പോയിക്കോ എന്നും പറഞ്ഞ് എന്നെ അവിടെ ഇട്ടവർ പോയി. എൻ്റെ അധ്യാപകനായ പ്രൊഫസർ രാംദാസും പ്രിൻസിപ്പലും അപ്പോൾ കോളേജിൽ ഉണ്ടായിരുന്നു. ഒരു വിധത്തിൽ ദേഹം മറച്ച കീറിപ്പറഞ്ഞ വേഷത്തിൽ ഞാൻ അവരുടെ അടുത്ത് ചെന്നു. എന്താണിത്? എന്ത് വൃത്തികേടാണ് കാണിക്കുന്നത്? ഈ വേഷത്തിൽ നീ എന്തിനാണ് ഇവിടെ കയറി വന്നത് എന്നായിരുന്നു പ്രിൻസിപ്പലിൻ്റെ പ്രതികരണം. ഒരിക്കൽ പോലും അദ്ദേഹത്തിൻ്റെ മുന്നിൽ നിന്ന് സംസാരിക്കാൻ എനിക്ക് ധൈര്യമുണ്ടായിട്ടില്ല അതുവരെ. പക്ഷേ അന്ന് ഞാൻ എങ്ങനെയോ പറഞ്ഞൊപ്പിച്ചു എൻ്റെ കൂട്ടുകാർ എന്നോട് എന്താണ് ചെയ്തതെന്ന്. ശരിക്കും എന്ത് സംഭവിച്ചു എന്ന് മനസ്സിലാക്കാൻ അവിടെ ഇരുന്ന് എന്നോട് സംസാരിക്കാമായിരുന്നു പ്രിൻസിപ്പലിന്. പകരം അദ്ദേഹം പറഞ്ഞതോ, ആണിനെപ്പോലെ പെരുമാറിയിരുന്നെങ്കിൽ നിനക്ക് ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു, നീ പെണ്ണായതുകൊണ്ടല്ലേ ഇതെല്ലാം ഉണ്ടായത് എന്നാണ് അക്കൈ പത്മശാലിക്ക് അഥവാ പഴയ ജഗദീഷിന് ക്രൂര ബലാത്സംഗം ഏൽക്കേണ്ടി വന്നു സഹപാഠികളിൽ നിന്ന്. അപ്പോൾ പ്രിൻസിപ്പൽ ഇത്ര ലാഘവത്തോടെയാണ് സംസാരിക്കുന്നത്. എൻ്റെ മുഖത്ത് അപ്പോഴും കുറച്ച് മേക്കപ്പ് ബാക്കിയുണ്ടായിരുന്നു. പ്രിൻസിപ്പൽ പറഞ്ഞത് ശരിയാണെന്ന് എൻ്റെ രൂപം തന്നെ തെളിയിച്ചതുപോലെ എനിക്ക് തോന്നി. പൊതുവായൊരു ധാരണയാണിത്. ഒരു പെണ്ണാണോ നീ എങ്കിൽ ആർക്കും നിന്നെ ഉപദ്രവിക്കാനോ ബലാത്സംഗം ചെയ്യാനോ കഴിയും. അതായിരുന്നു പ്രിൻസിപ്പലിൻ്റെയും കാഴ്ചപ്പാട്. നീ ഇനി ഇവിടെ നിൽക്കണ്ട, പുറത്തു പോകൂ, ഇതൊക്കെ കഴുകി വൃത്തിയാക്കി നീ വീട്ടിൽ പോ എന്ന് പറഞ്ഞ് അദ്ദേഹം എന്നെ ഓഫീസിൽ നിന്ന് പുറത്താക്കി. പിച്ചി ചീന്തപ്പെട്ട വസ്ത്രങ്ങളോടെ തന്നെ ഞാൻ തിരിച്ച് ടോയ്ലറ്റിൽ വന്നു. ദേഹമൊക്കെ കഴുകി, പക്ഷെ ചോര ഒഴുകിക്കൊണ്ടേയിരുന്നു. എനിക്ക് നടക്കാനോ നിൽക്കാനോ കഴിഞ്ഞില്ല. വീട്ടിൽ ഞാൻ എങ്ങനെ പോകും? അവിടെ എത്താനുള്ള പണം കയ്യിലില്ല. യാത്രയ്ക്കായി ഒരു ബസ് പാസ്സാണ് അച്ഛൻ തന്നത്, അതല്ലാതെ വേറെ പൈസയൊന്നുമില്ല. കോളേജിനടുത്ത് ഞങ്ങളുടെ ഒരു അയൽക്കാരൻ അങ്കിൾ ഉണ്ടായിരുന്നു. എന്നെക്കുറിച്ചെല്ലാം അറിയാമായിരുന്നു അദ്ദേഹത്തിന്. എന്നെ കാണുമ്പോഴെല്ലാം സ്നേഹത്തോടെ ചിരിക്കും. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നു. എന്തു പറ്റി ജഗദീഷ്, നീ എന്താണ് ഇങ്ങനെ നടക്കുന്നത്? അങ്കിൾ ചോദിച്ചു. സംഭവിച്ച കാര്യം അങ്കിളിനോട് പറയാൻ എനിക്ക് കഴിഞ്ഞില്ല. വീട് വരെ ഓട്ടോയിൽ പോകാൻ കുറച്ച് പൈസ മാത്രം ഞാൻ ചോദിച്ചു. അദ്ദേഹം തന്ന 120 രൂപയും കൊണ്ട് ഞാൻ വീട്ടിലേക്ക് മടങ്ങി. ഇന്ദിരാനഗറിൽ നിന്ന് മൈസൂർ റോഡ് ടോൾ ഗേറ്റിലുള്ള വീട്ടിലെത്താൻ അന്ന് 2.5 മണിക്കൂറോളം വേണ്ടി വന്നു. വീടിന് മുൻപിൽ തന്നെ അച്ഛൻ ഇരിക്കുന്നുണ്ടായിരുന്നു. രാത്രി 7-8 മണിയായി ഞാൻ എത്തിയപ്പോൾ. അച്ഛൻ്റെയും അമ്മയുടെയും മുന്നിലൂടെ ആൺകുട്ടിയെപ്പോലെ നടക്കണമെന്ന് വിചാരിച്ചെങ്കിലും എനിക്കതിന് കഴിഞ്ഞില്ല. ഞാൻ നേരെ പോയത് ടോയ്ലറ്റിലേക്കാണ്. നിന്റെ പാൻറ്റിന് പിന്നിൽ എന്താ, ചോരയാണോ എന്ന് അമ്മ ചോദിച്ചു. ഒന്നുമില്ല അമ്മേ, അത് കുങ്കുമമാണ്. ഞാൻ അമ്പലത്തിൽ പോയിരുന്നു, ഞാൻ പറഞ്ഞു. നിന്റെ ടീഷർട്ട് എങ്ങനെയാണ് കീറിയത്? അമ്മ വീണ്ടും ചോദിച്ചു. അതിന് മറുപടി നൽകാൻ എനിക്ക് കഴിഞ്ഞില്ല. ഞാൻ എന്ത് പറയും? കോളേജിൽ നടന്ന കാര്യം വീട്ടിലറിഞ്ഞാൽ അതോടെ എൻ്റെ അവസാനമായിരിക്കും. ഇതും ഭയങ്കര ഒരു അവസ്ഥയാട്ടോ. ഈ അനുഭവിക്കുന്ന പീഡനങ്ങളൊന്നും എവിടെയും ഒന്ന് തുറന്ന് പറയാൻ പോലും പറ്റാത്ത അവസ്ഥ. മനസ്സിങ്ങനെ പൊട്ടിത്തെറിക്കും. ആ രാത്രി ഞാൻ വേദന കൊണ്ട് പുളഞ്ഞു. എനിക്ക് പനി പിടിച്ചു. അതോടൊപ്പം ഉള്ളു നിറയെ പേടിയും. ഞാൻ നാളെ എങ്ങനെ ഈ ലോകത്തെ നേരിടും? ട്രോമ എന്ന് പറയില്ലേ, അത് കറക്റ്റ് ഇതാണ്. പിന്നീട് 15 ദിവസത്തേക്ക് ഞാൻ ട്രെയിനിങ് ക്ലാസ്സിൽ പോയില്ല. ഞാൻ എന്താണ് കോളേജിൽ വരാത്തതെന്ന് പ്രിൻസിപ്പൽ ഇടയ്ക്ക് അച്ഛനെ വിളിച്ച് അന്വേഷിച്ചു. എനിക്ക് സുഖമില്ലെന്നാണ് അച്ഛൻ അദ്ദേഹത്തോട് പറഞ്ഞത്. വേണുവിനെ ഞാൻ ഈ കാര്യം അറിയിച്ചില്ല. വേണു ഓർമ്മയില്ലേ, ബോയ് ഫ്രണ്ട്? ഇങ്ങനെ ഒരു കാര്യം പങ്കുവയ്ക്കാൻ എൻ്റെ മനസ്സെന്നെ അനുവദിച്ചില്ല എന്നതാണ് സത്യം. ഞാൻ റേപ്പ് ചെയ്യപ്പെട്ട കാര്യം അറിഞ്ഞാൽ വേണു അതെങ്ങനെ ഉൾക്കൊള്ളും? ഉത്തരമില്ലാത്ത ചോദ്യമായിരുന്നു ഇത്. ഇന്നും എൻ്റെ പല സുഹൃത്തുക്കളും ഈ സംഭവം അറിയില്ല. എൻ്റെ ലൈംഗിക അവയവം എന്താണ് എന്നറിയാൻ ചിലർക്ക് ആകാംക്ഷയുള്ളതുകൊണ്ടോ ഞാൻ ജനിച്ചത് അങ്ങനെ ഒരു ലിംഗഭേദത്തോടെ ആയതുകൊണ്ടോ അവർക്ക് എന്നെ ഉപദ്രവിക്കാനും ബലാത്സംഗം ചെയ്യാനും എങ്ങനെ കഴിയും? ഈ ഉദാഹരണം തന്നെയാണ് 2013 ജസ്റ്റിസ് വർമ്മ കമ്മിറ്റിക്ക് മുന്നിൽ ഞാൻ അവതരിപ്പിച്ചത്. ഞാൻ റേപ്പ് ചെയ്യപ്പെട്ടത് 1999 ഇപ്പോഴും കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമമോ ഡൽഹിയിലും ഹദ്രാസിലും ഹൈദരാബാദിലും നടന്ന പീഡനങ്ങളോ മറ്റ് ഏതെങ്കിലും ബലാത്സംഗ വാർത്തകളോ കേൾക്കുമ്പോൾ ഞാൻ ആദ്യം ഓർക്കുന്നത് എൻ്റെ ജീവിതത്തിൽ നടന്ന ആ സംഭവമാണ്. ഇതാണ് ട്രോമ എന്ന മാനസികാഘാതം. വളരെ എളുപ്പത്തിൽ നേരിടാവുന്ന ഒന്നല്ല ഇത്. വളരെ നന്നായി സംസാരിക്കാൻ കഴിയുന്ന ഒരാളാകാം നിങ്ങൾ. എന്തിനേയും നേരിടുന്ന ഒരു പോരാളിയാകാം, ഒരു സജീവ പ്രവർത്തകയാകാം. പക്ഷേ എല്ലാത്തിനും ഉപരിയായി നിങ്ങളൊരു മനുഷ്യജീവിയാണ്. ഒരിക്കലും വിട്ടുപോകാൻ അനുവദിക്കാത്ത ഒരു ട്രോമയുടെ ചെറിയ അംശമെങ്കിലും ഉള്ളിലുണ്ടാകും. ട്രോമയിൽ നിന്ന് അത്ര പെട്ടെന്നൊന്നും പുറത്തിയാടാൻ പറ്റില്ല. കോളേജിൽ പോകുന്നത് ഞാൻ ഒടുവിൽ അവസാനിപ്പിച്ചു. അവരുടെ മുഖങ്ങൾ കണ്ടുകൊണ്ടിരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. പിന്നീട് ഒരിക്കലും അവരെ കാണേണ്ടെന്നായിരുന്നു എനിക്ക്. ലൈംഗിക അതിക്രമത്തിൻ്റെ ബാക്കി പത്രത്തെക്കുറിച്ച് ഞാൻ ഇപ്പോൾ പലയിടത്തും സംസാരിക്കുന്നതും ഇക്കാരണത്താലാണ്. ഞാനത് അനുഭവിച്ചറിഞ്ഞതാണ്. എന്നെപ്പോലെ എത്ര ആളുകൾ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ നേരിട്ടിട്ടുണ്ട്. ഇപ്പോഴും അവർ ഇത്തരം പീഡനങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. ലൈംഗിക അതിക്രമം നമ്മളെ അകപ്പെടുത്തുന്ന ഒരു കൂടാണ് ഇത്.
ബലാത്സംഗം ചെയ്യപ്പെട്ടതിന് ശേഷം RTTCയിലെ, അതായത് പഠിക്കുന്ന സ്ഥലം ഉണ്ടായിരുന്നില്ലേ, ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്, അവിടുത്തെ പഠനം ഉപേക്ഷിക്കാൻ ഞാൻ തീരുമാനിച്ചു. പക്ഷേ അച്ഛൻ സമ്മതിച്ചില്ല. ഇപ്പോൾ ഇത് വേണ്ടെന്ന് വെക്കാൻ പാടില്ല, നീ ഇതെന്തായാലും പൂർത്തിയാക്കണം, അച്ഛൻ പറഞ്ഞു. അങ്ങനെയാണ് പേരിന് മാത്രമായി ഞാനൊരു സർട്ടിഫിക്കറ്റ് നേടിയത്. എൻ്റെ ചേച്ചിയുടെ ഭർത്താവ് സിവിൽ എഞ്ചിനീയറാണ്. അദ്ദേഹമാണ് എന്നെ ബാംഗ്ലൂരിലെ സെയിൻറ്റ് മാർക്സ് റോഡിലെ രാം സെറാമിക്സിൽ കൊണ്ടുപോയത്. അവരുടെ ടൈൽ ഷോറൂമിൽ സെയിൽസ് എക്സിക്യൂട്ടീവായി എനിക്ക് ജോലി കിട്ടി. 1 വർഷത്തോളം ഞാൻ അവരുടെ ജോലി ചെയ്തു. നല്ല ശമ്പളവും അവർ എനിക്ക് തന്നു. മാസം 1500 രൂപ. ആ കാലത്താട്ടോ. യാത്രയ്ക്കും മറ്റ് ചെലവുകൾക്കും എനിക്ക് ആ തുക മതിയായിരുന്നു. കഴിഞ്ഞ 8 വർഷത്തിനുള്ളിൽ എൻ്റെ കുടുംബം സാമ്പത്തികമായി വളരെ മെച്ചപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾക്ക് നല്ല ഭക്ഷണമുണ്ട്, വസ്ത്രങ്ങളുണ്ട്, ആഭരണങ്ങൾ പോലുമുണ്ട്. സമൂഹത്തിലെ മറ്റു കുടുംബങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ചിലപ്പോൾ ഞങ്ങളുടെ സ്ഥിതി 100% മികച്ചതായി എന്ന് പറയാൻ കഴിയില്ല. എങ്കിലും ഉറപ്പായും 40% ഉയർന്നിട്ടുണ്ട്. ഞാൻ രാം സെറാമിക്സിൽ ചേർന്നതാണ് ഈ സാമ്പത്തിക സ്ഥിരതയുടെ ഒരു കാരണം. എല്ലാ ദിവസവും ജോലി കഴിഞ്ഞു വന്ന് വീട്ടിനുള്ളിൽ കടക്കും മുമ്പ് ഞാൻ കമ്മലുകൾ ഊരി മാറ്റും. എൻ്റെ നടത്തത്തിൽ ആണത്തം വരാനും ശ്രമിക്കും. കാരണം ആണുങ്ങളെപ്പോലെ പെരുമാറാം എന്ന് ഞാൻ വീട്ടുകാർക്ക് വാക്കുകൊടുത്തതാണ്. പക്ഷേ രാവിലെ ജോലിക്ക് പോകുമ്പോൾ എൻ്റെ കയ്യിൽ ചെറിയ കമ്മലുകൾ ഉണ്ടാകും, ഒരു കൊച്ചു മേക്കപ്പ് ബോക്സും. മൈസൂർ റോഡ് ടോൾഗേറ്റിലെ ബസ് സ്റ്റോപ്പിൽ ഇരുന്ന് ഞാൻ ധൃതിയിൽ അണിഞ്ഞൊരുങ്ങുമായിരുന്നു. കമ്മലിടാൻ കൊതിച്ച് കാതുകുത്തിയതും വളരെ ബുദ്ധിമുട്ടിയാണ്. കാതിൽ കമ്മൽ കൂടിയായാൽ കാഴ്ചയിൽ ഞാൻ ശരിക്കും ഒരു പെണ്ണാകുമെന്നായിരുന്നു അമ്മയുടെ ആശങ്ക. എനിക്കവരോട് കള്ളം പറയേണ്ടി വന്നു. എപ്പോഴും ഭയങ്കര ചെവി വേദന. ഞാൻ നഞ്ചനാഗുഡു അമ്പലത്തിൽ പോയി കാതുകുത്തി നോക്കട്ടെ എന്നാണ് അച്ഛനോടും അമ്മയോടും പറഞ്ഞത്. പക്ഷേ ഞാൻ ക്ഷേത്രത്തിലൊന്നും പോയില്ല. നല്ല മൂർച്ചയുള്ളൊരു മുള്ളുകൊണ്ട് ഞാൻ തന്നെ കാതുകുത്തി. വീട്ടിൽ നിന്ന് ജോലിസ്ഥലമായ സെയിൻറ്റ് മാർക്സ് റോഡിലേക്കുള്ള ബസ് യാത്രയും സുഖകരമായിരുന്നില്ല. ആരും എൻ്റെ അടുത്ത് പോലും നിൽക്കില്ല. എവിടേക്കാണ് പോകേണ്ടത്, ടിക്കറ്റ് എടുക്കൂ എന്ന് പറഞ്ഞ് കണ്ടക്ടർ വരുമ്പോൾ ഞാൻ പറയും സെയിൻറ്റ് മാർക്സ് റോഡ് അല്ലെങ്കിൽ റിച്ച്മണ്ട് സർക്കിൾ. എൻ്റെ ശബ്ദം കൂടി കേൾക്കുമ്പോൾ ബസ്സിലുള്ളവരെല്ലാം കൗതുകത്തോടെ നോക്കും. അത് മാത്രമല്ല, ഏത് ഡോറിലൂടെ ബസ്സിൽ കയറും, മുൻവശത്തെയോ അതോ പിൻവശത്തെയോ? സ്ത്രീകൾക്കുള്ള ഡോറാണ് ബസ്സിൻ്റെ മുന്നിലുള്ളത്. അതുവഴി കയറാൻ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. പക്ഷേ നീ എന്തിനാണ് ഇതിലേ വരുന്നത്, പുറകിൽ പോ എന്ന് പറഞ്ഞ് കണ്ടക്ടർ ബഹളമുണ്ടാക്കും. ബസ്സിന് പിന്നിലാണെങ്കിൽ ആണുങ്ങളുടെ ഉപദ്രവം ഉറപ്പ്. അവർ എൻ്റെ ദേഹത്ത് പിടിക്കും, ചന്തിയിൽ നുള്ളും. 10 മാസത്തോളം ഞാൻ ഈ കഷ്ടപ്പാടെല്ലാം സഹിച്ചു. വീട്ടിലെ സ്ഥിതി അത്ര മോശമായിരുന്നു. രാം സെറാമിക്സിൽ സെയിൽസ് എക്സിക്യൂട്ടീവായാണ് ഞാൻ ജോലി തുടങ്ങിയത്. പക്ഷേ ടൈലുകൾ വാങ്ങാൻ വരുന്നവർക്ക് എന്നോട് സംസാരിക്കാൻ താല്പര്യമില്ലായിരുന്നു. കാരണം തട്ടിമുട്ടിയാണ് അന്നൊക്കെ ഞാൻ ഇംഗ്ലീഷ് പറഞ്ഞിരുന്നത്. ഭാഷയ്ക്ക് ഒഴുക്കില്ലെങ്കിലും ഞാൻ കാര്യങ്ങൾ ഒപ്പിക്കുമായിരുന്നു. എത്ര അധ്വാനിക്കാനും മടിയുമില്ല. അതുകൊണ്ട് എൻ്റെ ജോലി പിന്നീട് ലേബർ വിഭാഗത്തിലായി. ഞാൻ നല്ല ഭാരമുള്ള ലോഡുകൾ ഇറക്കാനും ഉയർത്താനും തുടങ്ങി. പതിയെ അവിടുത്തെ കാര്യങ്ങൾ വഷളായി. എനിക്കിഷ്ടമുള്ള രീതിയിൽ ജീവിക്കുന്നതും ജോലി ചെയ്യുന്നതും ബുദ്ധിമുട്ടായി മാറി. ഒരുപാട് ഉപദ്രവം ഞാൻ സഹിക്കേണ്ടി വന്നു. അവിടെയും ടോയ്ലറ്റിൽ വെച്ച് സഹപ്രവർത്തകരിൽ ചിലർ എന്നെ പീഡിപ്പിച്ചു. അവർക്കും ഞാൻ ആണാണോ പെണ്ണാണോ എന്നറിയണം. എൻ്റെ സമ്മതമില്ലാതെ സെക്സ് അവിടെയും നടന്നു. അതേക്കുറിച്ച് പറയാൻ എനിക്ക് ആരുമില്ലായിരുന്നു. 30ഓളം പേരാണ് അന്ന് റാം സെറാമിക്സിൽ ജോലി ചെയ്തിരുന്നത്, കൂടുതലും പുരുഷന്മാർ. ചില കസ്റ്റമേഴ്സ് വരുമ്പോൾ അവരോട് സംസാരിക്കാൻ എന്നെ അനുവദിക്കില്ല. ഞങ്ങളുടെ കൂടെയുള്ള ആൺ പെൺ ഭാവങ്ങളെല്ലാം കൃത്യമായുള്ള സ്റ്റാഫ് മാത്രമേ ഷോറൂമിൽ വരുന്നവരോട് ഇടപഴകുകയുള്ളൂ. ഈ രീതി എനിക്ക് അപമാനകരമായി തോന്നി. അതായത് അവഗണന ആണല്ലോ. ഒരു ദിവസം 5-10 ക്ലയൻസ് ഉണ്ടെങ്കിൽ 100 രൂപ ബോണസായി കിട്ടുമെന്നത് വലിയ കാര്യമാണ്. പക്ഷേ എന്നും വാതിലിന് പിന്നിലായി എൻ്റെ സ്ഥാനം. 10 മാസത്തിലേറെ അവിടെ ജോലി ചെയ്തെങ്കിലും ഒരു ദിവസം പോലും ആ 100 രൂപ എനിക്ക് കിട്ടിയില്ല, ആ ബോണസ്. രാം സെറാമിക്സിലെ ജോലി ദുസ്സഹമായപ്പോൾ അത് ഉപേക്ഷിച്ച് മറ്റെന്തെങ്കിലും ചെയ്താലോ എന്നായി ചിന്ത. പക്ഷേ ഒരിടത്തും ജോലി ഒഴിവുകൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ ഒരു ദിവസമാണ് ആ സംഭവം ഉണ്ടായത്. ജോലി കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു ഞാൻ. കോർപ്പറേഷൻ സർക്കിളിനടുത്ത് കബ്ബൺ പാർക്കിൽ അവരെ കണ്ടു. ട്രാൻസ്ജെൻഡറുകളുടെ ഒരു കൂട്ടം. അവിടെ നിന്നാണ് എൻ്റെ ജീവിതം വഴിമാറിയത്. അങ്ങനെ പിന്നെ ആ ട്രാൻസ്ജെൻഡറുകളുടെ കൂട്ടത്തിൽ കൂടുകയാണ്. അങ്ങനെയാണ് ജീവിതം മാറി ഇന്നത്തെ നിലയിലേക്ക് എത്തുന്നത്. ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ള ഭാഗം. അപ്പം ഇതാണ് ഞാൻ വളർന്ന നാളുകൾ എന്ന് പറയുന്ന അക്കൈ പത്മശാലിയുടെ ആത്മകഥയിലെ ഒരു അധ്യായം. അപ്പം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എളുപ്പമല്ലേ, വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ? അപ്പോൾ ഇവിടെ മാറ്റി നിർത്തലുകളും അപമാനം സഹിക്കേണ്ടി വരികയൊക്കെ ചെയ്യുന്ന അവരുടെ ചൈൽഡ്ഹുഡിനെ കുറിച്ചാണ്, അപമാനം സഹിക്കേണ്ടതായിട്ടൊക്കെ വന്ന ആ ഒരു ചൈൽഡ്ഹുഡിനെ കുറിച്ചാണ് അവർ പറയുന്നത്. ഒരുപാട് സ്ഥലങ്ങളിൽ പീഡിപ്പിക്കപ്പെട്ടതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇത് നിങ്ങളൊന്ന് കേട്ടു നോക്കുക, അപ്പോൾ തന്നെ മനസ്സിലായിക്കോളും. പുതിയ ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക്